സംസ്ഥാന നിയമസഭ അങ്ങനെ ആർക്കാട് നവാബിന് ആ പദവി അംഗീകരിച്ചു കൊടുത്തപ്പോ ഈ ജമീൽ എവിടെ പോയിരുന്നു? അവിടെ ഇപ്പൊ നവാബ് എന്ന് വിളിക്കുമ്പോ എന്താ അതിനെ എതിർക്കാത്തത്? അതൊന്നും പറയണ്ട. ഇവിടെ ബ്രിട്ടീഷുകാർ എത്രയോ ആളുകളെ കൊന്നിട്ടാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം നമ്മൾ നടത്തിയിട്ടാണ് സ്വാതന്ത്ര്യം നേടിയെടുത്തത്. ആ ബ്രിട്ടീഷുകാരുമായിട്ട് നല്ല ബന്ധമല്ലേ ഇന്ത്യക്ക്? അവിടുത്തെ രാജ്ഞി എവിടെ കൊണ്ടുവന്ന് സ്വീകരിക്കുന്നില്ലേ? ആർഭാടത്തോടു കൂടി സ്വീകരിച്ച് ആരെയും ചരിക്കുന്നില്ലേ? അതൊന്നും പറയണ്ട. പഴയ കാലങ്ങൾ, പഴയ ചാതുർവർണ്ണത്തിന്റെ കാലമൊന്നും ഇപ്പൊ പറയണ്ട. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി, രാജഭരണം തീർന്നു, രാജാക്കന്മാരുടെ പ്രഭുപ്പസും ചെങ്കോലും കിരീടവും ഒക്കെ പോയി. നമുക്ക് ഇപ്പോഴത്തെ കാലത്തെ കുറിച്ച് ചിന്തിക്കാം. അതുകൊണ്ട് ഇന്നത്തെ കാലത്ത് ഒരു പദവി നഷ്ടപ്പെട്ടു അച്ഛൻ അല്ലാതാകത്തില്ലോ എന്ന് പറഞ്ഞ പോലെ രാജാക്കന്മാരും ജമീലെടുത്ത് വിളിച്ചു പറഞ്ഞില്ലേ എന്നെ രാജാവെന്ന് വിളിക്കണം, അല്ലെ തട്ടിക്കളയുമെന്ന്. നിങ്ങൾക്ക് സൗകര്യമുണ്ടോ വിളിച്ചാൽ മതി. പക്ഷെ വിളിക്കാൻ താല്പര്യമുള്ളവരെ തടയാൻ ഒരു ജമീലയ്ക്കും അവകാശമില്ല. അവർ വിളിക്കും. ഇപ്പൊ നാളെ ഞങ്ങൾ വിളിക്കാൻ പോവാ, ഒന്ന് തടയാൻ ആർക്ക് അവകാശം ഒന്ന് കാണട്ടെ. ആരുടെയും മൗലികമായ അവകാശത്തിൽ കയറി ആരും കൈയടത്തരുത്. ഇവിടെ ഓരോ വ്യക്തിക്കും ഓരോ വ്യക്തികളെ എന്ത് വിളിക്കണം തീരുമാനിക്കാനുള്ള അവകാശമുണ്ട്. ആ അവകാശം ആർക്കും ചോദ്യം ചെയ്യാനാവില്ല. മനോജിലേക്ക് ഒരിക്കൽ കൂടി. മനോജ്, നേരത്തെ ചോദിച്ച ചോദ്യം, ചിത്രതിരുനാൾ ബാലരാമവർമ്മ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രവും അതിൻ്റെ സ്വത്തുക്കളും സ്വകാര്യ സ്വത്തോ കുടുംബ സ്വത്തോ അല്ല എന്ന് കോടതിയെ അറിയിച്ചിട്ടുണ്ട് എന്ന് ഹൈക്കോടതി അടുത്തിടെ പുറപ്പെടുവിച്ച വിധിയിൽ പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ ശ്രീമൂലം തിരുനാൾ രാമവർമ്മ കൊടുത്ത സത്യവാങ്മൂലത്തിൽ ഇത് സ്വകാര്യ സ്വത്തായി കരുതപ്പെട്ടു പോയതാണ്, ഇത് പൊതുസ്വത്തായി അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുമുണ്ട്. ഈ കാലയളവിനിടയിൽ ഉണ്ടായ സംഭവങ്ങൾ, അതിന് ആ കാലയളവിൽ ഈ കാര്യങ്ങൾ ക്ഷേത്രസ്വത്ത് അടക്കമുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്നവർ അവർ ഉത്തരവാദികളല്ലേ? ആ നിലയ്ക്ക് ആ ഉത്തരവാദിത്വത്തെക്കുറിച്ച് ഉചിതമായ അന്വേഷണം അത് നടക്കേണ്ടതല്ലേ? നിശ്ചയമായിട്ടും. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. ഇവിടെ കുറേ ആരോപണങ്ങൾ വന്നിരിക്കുന്നു. ഈ ഒരൊറ്റ ആരോപണവും പ്രൂവ് ചെയ്യപ്പെട്ടിട്ടില്ല. ഈ ആരോപണങ്ങൾ സത്യമാണോ ശരിയാണോ തെറ്റാണോ എന്ന് കണ്ടുപിടിക്കാനുള്ള സയൻറ്റിഫിക്കായിട്ടും അല്ലാതെ നമ്മുടെ പോലീസ് ഫോഴ്സിലുള്ള ഒന്നാന്തരം ഉദ്യോഗസ്ഥന്മാർ ഇവിടെ ഉണ്ട്. അവർക്ക് നിശ്ചയമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ കണ്ടുപിടിച്ച് കഴിഞ്ഞ് കുറ്റം ചെയ്ത ആളിനെ കണ്ടുപിടിച്ച് ശിക്ഷിക്കുന്നതിന് പകരം ഇപ്പോഴേ നമ്മൾക്ക് ഒരാളെ കുറ്റക്കാരനാണ് എന്നുള്ള കണ്ണോടുകൂടി അയാളെ കുറ്റക്കാരനാക്കാനുള്ള ശ്രമത്തോട് ഞാൻ പൂർണ്ണമായിട്ട് വിയോജിക്കുന്നു. ക്ഷേത്രത്തിലെ സമ്പത്ത് ശ്രീ പത്മനാഭസ്വാമിയുടെ സമ്പത്താണ്. ഇന്നലെ ഉള്ള ഡിസ്കഷനിലും ഞാൻ MLA പറഞ്ഞതാണ്. നമ്മുടെ പഴയ ചരിത്രത്തിൽ പോലും വീണ്ടും വീണ്ടും MLA ജമീല പ്രകാശം ചോദിക്കുന്നത് ഇത്രയും കാശ് എവിടെ നിന്ന് വന്നു. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, കേരളത്തിലുള്ള പല ക്ഷേത്രങ്ങളിലും 2 ഉത്സവം നടത്തുന്ന ക്ഷേത്രങ്ങൾ വളരെ കുറവ്. തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ 2 ഉത്സവം. ഒന്ന് നോക്കിയാൽ അതിൻ്റെ ബുദ്ധി മനസ്സിലാകും. കാരണം കേരളത്തിൽ 2 പൂക്കൃഷിയാണ്. ഓരോ കൃഷി 33,000 ഏക്കർ സ്വന്തമായിട്ട് സ്ഥലമുണ്ടായിരുന്ന ക്ഷേത്രം. ആ ക്ഷേത്രത്തിൻ്റെ സ്ഥലം മുഴുവനും ആളുകൾക്ക് കൃഷി ചെയ്യാൻ കൊടുത്തിരിക്കുന്നു. ഇന്ന് വീട്ടിൽ വാടകയ്ക്ക് താമസിച്ച ആ വീടിൻ്റെ വാടക ഉടമസ്ഥന് കൊണ്ടുവന്ന് കൊടുക്കുന്നത് പോലെ അമ്പലത്തിൻ്റെ വസ്തുക്കളിൽ കൃഷി ചെയ്ത് കിട്ടിയ കാശ് വർഷത്തിൽ 2 ഉത്സവം നടത്തി 8ാം ഉത്സവത്തിൻ്റെ അന്ന് വലിയ കാണിക്കുക എന്ന് പറഞ്ഞ പ്രോഗ്രാമിൻ്റെ അന്ന് ഇത് മുഴുവനും സ്വർണ്ണമാക്കി അറയിൽ കൊണ്ടുവന്ന് വച്ചിരുന്നതിൻ്റെ രേഖകൾ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിനെ കുറിച്ച് ഒരു സംശയത്തിനും ഇടയില്ല. കാരണം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മതിലകം രേഖകൾ എന്ന് പറഞ്ഞ് ഏകദേശം 3.25 കോടി ഓലകൾ 1000-1200 വർഷം തൊട്ട് എല്ലാ ദിവസവും തിരുവിതാംകൂറിലും വേണാടായിരുന്ന കാലത്തും എഴുതി വയ്ക്കപ്പെട്ട റെക്കോർഡ്സ് ഉണ്ട്. ഇത് ചെക്ക് ചെയ്യാനുള്ള സംവിധാനവും ഇന്നുണ്ട്. ഇത് നോക്കിയാൽ ഈ സമ്പത്തിൽ ഓരോ ഗ്രാം സ്വർണ്ണം എവിടെ നിന്ന് വന്നു എന്ന് കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഇത് വളരെ ക്ലിയറാണ്. തിരുവിതാംകൂറിൻ്റെ ട്രഷറി വേറെ ആയിരുന്നു, ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം വേറെ ആയിരുന്നു. തിരുവിതാംകൂറിന് കാശില്ലാത്ത സമയത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് പല പ്രാവശ്യവും കടം മേടിക്കുകയും ആ കടം പലിശയില്ലാതെ തിരിച്ചുകൊണ്ടുവന്ന് ക്ഷേത്രത്തിൽ തിരിച്ചു കൊണ്ടുവന്ന് അന്നത്തെ ഭരണകർത്താക്കളായ രാജാക്കന്മാർ കൊടുത്തതിൻ്റെ രേഖകളും ഉണ്ട്. പക്ഷേ എന്ത് കാര്യം പറഞ്ഞ് എന്ത് എക്സ്ക്യൂസ് പറഞ്ഞ് ക്ഷേത്രത്തിലിരിക്കുന്ന സ്വത്തിനെ എടുത്തു വെളിയിൽ കൊണ്ടുവരാം എന്നുള്ളതാണ്. പക്ഷേ ഇതിൽ ദ ഐഡൽ ഇസ് എ പെർപെച്വൽ മൈനർ ആൻഡ് ആസ് ലോങ് ആസ് ഇന്ത്യൻ റൂൾ അങ്ങനെ റിമെയിൻ ചെയ്യുന്നിടത്തോളം കാലം ഈ പെർപെച്വൽ മൈനറായിട്ടുള്ള ശ്രീ പത്മനാഭസ്വാമിയുടെ പേരിലുള്ള സമ്പത്ത് ക്ഷേത്രത്തിൽ തന്നെ വയ്ക്കുകയും ക്ഷേത്രാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയും ചെയ്യണം. പക്ഷേ ദ ടെമ്പിൾ ഇസ് എ പ്ലേസ് ഓഫ് പബ്ലിക് വർഷിപ്പ്. ഒരു ഡൗട്ടും ഇല്ല. പബ്ലിക്കിന് വരാം, അവിടെ തൊഴണം. പക്ഷെ ഓടിക്കുന്നത് അവിടുത്തെ ട്രസ്റ്റി.
അത് സുപ്രീം കോടതി പറയാണ് കമ്മിറ്റി ആണെങ്കിൽ ആ കമ്മിറ്റി ആയിരിക്കും. അത് ഗവൺമെൻറ് പറയാണ് ഗവൺമെൻറ്റിൻ്റെ കമ്മിറ്റി ആണെങ്കിൽ അതായിരിക്കും. അല്ല സുപ്രീം കോടതി പറയാണ് രാജാവിൻ്റെ നേതൃത്വത്തിലാണെങ്കിൽ അതായിരിക്കും. സുപ്രീം കോടതി പറയുമ്പോൾ തന്നെ ഇപ്പോൾ നിലവിൽ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾ, നിലവിൽ അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ടിൽ ഉയർത്തിയിരിക്കുന്ന ആക്ഷേപങ്ങൾ, ഇതേക്കുറിച്ചൊക്കെ സമഗ്രമായ അന്വേഷണം വേണം, വസ്തുതകൾ പുറത്തു വരണം. ഇത് എട്ടര യോഗത്തിൻ്റെ പ്രതിനിധി എന്നുള്ള നിലയ്ക്ക് താങ്കൾ ആവശ്യപ്പെടുന്നുണ്ട്. അതെ, നിശ്ചയമായിട്ടും ഒരു അലിഗേഷൻ വന്നു കഴിഞ്ഞാൽ എത്ര വലിയൊരു വ്യക്തിയാണെങ്കിലും ആ അലിഗേഷനിൽ നിന്ന് മോചിതനാവാൻ അവസരം കൊടുത്തില്ലെങ്കിൽ ജീവിതകാലം മുഴുവനും ആ വ്യക്തിയെ ആളുകൾ ഒരു കള്ളനെ കാണുന്ന പോലെ കാണും. അപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിക്കുകയും സത്യസന്ധത അല്ലെങ്കിൽ കുറ്റം പ്രൂവ് ചെയ്യുകയും ഇന്നത്തെ ആവശ്യമാണ്. അതിലൊരു സംശയമില്ല. ഇന്ന് ജനകീയ ഭരണമാണ്, ജനങ്ങളെ ബോധിപ്പിക്കണം, അതിലും ഒരു സംശയമില്ല. ശ്രീമതി ജമീല പ്രകാശം, അത്തരത്തിലൊരു നടപടി അത് ഇപ്പോൾ ജനായത്ത രീതിയിൽ അധികാരത്തിലിരിക്കുന്ന ഒരു സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു അന്വേഷണം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? വഴിവിട്ടു പോകുന്നതാണെങ്കിലും നേരത്തെ പറഞ്ഞു കേട്ട ഒരു കാര്യത്തെപ്പറ്റി എനിക്ക് ഒരു വരി പരാമർശിക്കേണ്ടിയിരിക്കുന്നു. എൻ്റെ ബഹുമാനപ്പെട്ട സുഹൃത്ത് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താന് തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ ഒരു നാടാർ സമുദായത്തിൽപ്പെട്ട ഒരു സ്ഥാനാർത്ഥി വലത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് കണ്ടപ്പോൾ തോന്നിയ ഈ അമർഷമെല്ലാം ഒരു കാലത്ത് അയിത്തക്കാരും അധിഷ്ഠിതരുമായിരുന്ന ഒരു സമുദായത്തോട് അപ്രകാരമല്ലാത്ത ഒരു പശ്ചാത്തലത്തിൽ വളർന്നു കഴിഞ്ഞിരുന്ന ഒരു കുടുംബത്തിലെ ഒരാള് പറഞ്ഞ ഒരു കാര്യമായിട്ട് എനിക്ക് കാണാൻ കഴിയുന്നുള്ളൂ. കാരണം അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് ഒരിക്കലും അങ്ങനെ ഒരു കാഴ്ചപ്പാടില്ല. ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് പുത്തരിക്കണ്ടം മൈതാനത്തിന്റെ ഒരു ഭാഗത്ത് വെച്ച് നടന്ന ഒരു വലിയ ഒരു യോഗത്തിൽ വെച്ച് അന്നത്തെ ഇവിടുത്തെ KPCC പ്രസിഡന്റ് ആയിരുന്ന ശ്രീ രമേശ് ചെന്നിത്തല ഒരു വലിയ ഒരു പ്രഖ്യാപനം പോലെ നടത്തിയത്. അന്ന് VSDPയുടെ യോഗമായിരുന്നു. അപ്പൊ ആ യോഗത്തിൽ വെച്ച് പറഞ്ഞത് കേരളത്തിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ആദ്യമായിട്ട് ഒരു നാടാർ സമുദായത്തിലുള്ള ഒരു അംഗത്തിന് പാർലമെന്റിൽ മത്സരിക്കാനുള്ള അവസരം കൊടുക്കുകയും അദ്ദേഹത്തെ വമ്പിച്ച ഭൂരിപക്ഷത്തില് ജയിപ്പിക്കുവാനുള്ള അവസരം തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിലെ പ്രബുദ്ധരായ വോട്ടർമാർക്ക് നൽകുകയും ചെയ്തതെന്ന് അദ്ദേഹം അന്നവിടെ പ്രഖ്യാപിച്ചു. വളരെ അഭിമാനത്തോടുകൂടി പ്രഖ്യാപിച്ചു. അദ്ദേഹത്തിന് അന്ന് നിറയെ കയ്യടി കിട്ടി. ആ രംഗത്തിന് ഞാൻ സാക്ഷിയാണ്. അതുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നാടാർ സമുദായത്തിൽ നിന്നും ആരെയെങ്കിലും തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിലോ അല്ലെങ്കിൽ അസംബ്ലി നിയോജക മണ്ഡലങ്ങളിലോ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളിലോ സ്ഥാനാർത്ഥികളാക്കുന്നത് മോശമായിട്ട് വിചാരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. അതവിടെ ഇരിക്കട്ടെ. പിന്നെ ഇന്നത്തെ ഈ കാര്യം, നമ്മുടെ ഇന്നത്തെ ചർച്ചയിലെ കാര്യം എനിക്ക് പറയാനുള്ളത്, ഇവിടത്തെ സമ്പദ്ശേഖരം തീർച്ചയായിട്ടും 33,000 പറ നിലം കൃഷി ചെയ്തത് കൊണ്ടൊന്നും ഇത്രയും ഒരു സമ്പദ്ശേഖരം ഉണ്ടാക്കിയെടുക്കാം എന്ന് വിചാരിക്കുകയാണെങ്കിൽ അത് തെറ്റാണ്. 2 തവണ ഉത്സവങ്ങൾക്ക് എന്തുമാത്രം ചെലവ് വരും? ലക്ഷദ്വീപവും മുറജപവും ഒക്കെ നടത്താനായിട്ട്, ബ്രാഹ്മണർക്ക് അന്നദാനവും മറ്റ് ദാനങ്ങളും മഹാദാനങ്ങളും ഒക്കെ നടത്താനായിട്ട് എന്തുമാത്രം ചെലവ് ഇവിടെ വരും? ഇതിനൊക്കെ എവിടെ നിന്നാണ് ചെലവ് കണ്ടെത്തിയിരുന്നത്? 33,000 പറ നിലം കൃഷി ചെയ്തിട്ടാണോ? അങ്ങനെയാണെങ്കിൽ അത് വെറും ഒരു മിഥ്യയായിട്ടുള്ള ഒരു വാദമുഖമാണെന്ന് എനിക്ക് പറയേണ്ടിയിരിക്കുന്നു. നികുതി പിരിച്ചെടുത്ത് അതിൽ നിന്നും സ്വരൂപിച്ചെടുത്ത ധനം ചെലവിനങ്ങൾ കഴിച്ചിട്ട്, അന്ന് വളരെ ചെറിയ ചെലവിനങ്ങളേ ഉള്ളൂ, വികസനോന്മുഖമായ ഒരു പ്രവർത്തനവും പൊതുജനങ്ങളുടെ നന്മയെ ലാക്കാക്കിക്കൊണ്ട് അന്നത്തെ രാജകുടുംബം ഇവിടെ മാത്രമല്ല മറ്റ് ഇന്ത്യയുടെ പല ഭൂരിപക്ഷ ഭാഗങ്ങളിലും നിർവഹിച്ചിരുന്നില്ല. അങ്ങനെ അല്ലായിരുന്നെങ്കിൽ ഈ രാജാക്കന്മാര് തന്നെ ഞങ്ങളെ ഭരിച്ചാൽ മതി എന്ന് പറഞ്ഞ ആളുകൾ നിൽക്കുമായിരുന്നല്ലോ. ഇന്ത്യൻ യൂണിയനിൽ ചേരാനായിട്ട് ആർക്കും ആഗ്രഹം വരില്ലായിരുന്നല്ലോ ഒരു സ്ഥലത്തുമുള്ള ജനങ്ങൾക്ക്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അപ്രകാരമുള്ള അടിച്ചമർത്തപ്പെട്ടിരുന്നവരുടെയും അധസ്ഥിതരായിരുന്നവരുടെയും ഒക്കെ ഒരു വലിയ കോർഡിനേഷൻ നടത്തിക്കൊണ്ടാണ് സ്വാതന്ത്ര്യ സമരം നയിച്ചിരുന്നത്. അക്കാര്യങ്ങളെ തള്ളിപ്പറയാനായിട്ട് ഇതൊക്കെ പഠിച്ച് വളർന്ന ഒരു സ്വാതന്ത്ര്യാനന്ദ കാലത്ത് ജനിച്ച ഒരാളാണെങ്കിൽ പോലും ഇതൊക്കെ പഠിച്ചു വളർന്ന ഒരു എളിയ വ്യക്തി എന്നുള്ള രീതിയിൽ എനിക്ക് കഴിയുന്നില്ല. അതിനെപ്പറ്റിയൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് വലിയ അഭിമാനമാണ്. ശ്രീമതി ജമീല പ്രകാശം, വളരെ രൂഢമൂലമായിട്ടുള്ള ക്ഷേത്രഭരണം, ശ്രീമതി ജമീല പ്രകാശം, ക്ഷേത്രഭരണം മുൻ രാജവംശത്തിന്റെ, ഞാൻ വീണ്ടും പറയുന്നു, ഇത് ജനങ്ങളുടെ ധനമാണ്.
ശ്രീമതി ജമീല പ്രകാശം അതുതന്നെയാണ് ചോദിക്കുന്നത്. ക്ഷേത്രഭരണം മുൻ രാജവംശത്തിൻ്റെ പക്കൽ നിന്ന് താൽക്കാലികമായെങ്കിലും ഇടക്കാല ഭരണസമിതിയിലേക്ക് മാറ്റപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഈ ക്ഷേത്ര സ്വത്ത് അത് ക്ഷേത്ര സ്വത്ത് എന്നുള്ളതിൽ നിന്ന് മാറി അത് പൊതുസ്വത്തായി മാറണം, പൊതു ആവശ്യങ്ങൾക്ക് ചെലവഴിക്കപ്പെടണം എന്നാണോ താങ്കൾ ഉദ്ദേശിക്കുന്നത്? പൊതു ആവശ്യങ്ങൾക്ക് ചെലവഴിക്കുന്നത് വളരെ നല്ല ഒരു ധനകാര്യ മാനേജ്മെന്റ് നടത്തിയിട്ടായിരിക്കണമെന്നുകൂടി എനിക്ക് പറയാനുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ഈ കോർപ്പസ് നമ്മൾ തൊടാനേ പാടില്ല. ഈ ഫിസിക്കൽ അസറ്റ്സിൽ ഇന്ന് നമ്മൾ കണ്ടെടുത്ത ഈ സമ്പദ് ശേഖരങ്ങളിൽ ചരിത്ര മൂല്യമുള്ള കുറെ കാര്യങ്ങളുണ്ട്. ചേരമനം പെരുമാളിന്റെ കിരീടവും ചെങ്കോലും ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്രകാരമുള്ള കുറച്ച് കാര്യങ്ങൾ ആ ചരിത്ര മൂല്യവും പുരാവസ്തു മൂല്യവും ഒക്കെ കണക്കാക്കി മാറ്റി വെച്ചുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഇന്റർനാഷണൽ ആഗോള പ്രവർത്തന പാരമ്പര്യമുള്ള ഏജൻസികളെ വിളിച്ചു വരുത്തി അതിന്റെ മൂല്യനിർണ്ണയം നടത്തിയിട്ട് ഇതൊക്കെ ലേലം ചെയ്ത് വിൽക്കണം. അങ്ങനെ ഒരു വലിയ കോർപ്പസ് ഉണ്ടാക്കണം. ആ കോർപ്പസ് അവസാനമായി ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, അത്തരം ഒരു ആലോചനകൾക്ക് പ്രസക്തിയുണ്ടോ? അത്തരം ചില ആലോചനകളെങ്കിലും നടക്കും എന്ന് കരുതുന്നുണ്ടോ? ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, അത്തരം ആലോചനകൾക്ക് പ്രസക്തി ഉണ്ടോ? അത്തരം ചില ആലോചനകൾ നടക്കും എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അതിനാണോ വിളിക്കുന്നേ? റൈറ്റ്. രാജ്മോഹൻ ഉണ്ണിത്താനുമായുള്ള ടെലിഫോൺ ബന്ധത്തിൽ ചില തകരാറുകളുണ്ട്. നന്ദി അറിയിക്കുന്നു ജമീല പ്രകാശത്തിനും ഒപ്പം മനോജ് തിരുമേനിക്കും രാജ്മോഹൻ ഉണ്ണിത്താനും ഈ ചർച്ചയിൽ പങ്കെടുത്താൻ. സ്പെഷ്യൽ എഡിഷൻ പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.